ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഉദയസൂര്യന്റെ നാട് എന്ന് വിളിക്കപ്പെടുന്ന ജപ്പാനിലേക്കാണ്. ടെക്നോളജിയിലും സംസ്കാരത്തിലും ജപ്പാൻ എന്താണ് ലോകത്തിന് നൽകുന്നത്? വെറുമൊരു രാജ്യം എന്നതിലുപരി ലോകത്തിന് അത്ഭുതകരമായ ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു വലിയ പാഠപുസ്തകമാണ് ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നു തരിപ്പണമായിട്ടും വെറും കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ സാമ്പത്തിക ശക്തിയായി ജപ്പാൻ എങ്ങനെ വളർന്നു എന്നത് ഒരു മാന്ത്രികത പോലെ തോന്നാം. എന്നാൽ ആ മാന്ത്രികതയ്ക്ക് പിന്നിൽ അവരുടെ കഠിനാധ്വാനവും കൃത്യനിഷ്ഠയും ശാസ്ത്രത്തോടുള്ള അദമ്യമായ താല്പര്യവുമുണ്ട്. ജപ്പാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് അവിടുത്തെ അത്ഭുതപ്പെടുത്തുന്ന ടെക്നോളജിയാണ്. വായുവിൽ തങ്ങി നിന്ന് പറക്കുന്ന മാഗ്ലേവ് ട്രെയിനുകൾ മുതൽ മനുഷ്യന്റെ വികാരങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന റോബോട്ടുകൾ വരെ ജപ്പാന്റെ ശാസ്ത്ര നേട്ടങ്ങളുടെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ കൈസെൻ എന്നൊരു ജാപ്പനീസ് തത്വമുണ്ട്. തുടർച്ചയായ പുരോഗതി എന്നാണ് ഇതിനർത്ഥം. പെട്ടെന്ന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നതിനു പകരം ഓരോ ദിവസവും ചെറിയ കാര്യങ്ങളിൽ പുരോഗതി വരുത്തുക എന്നതാണ് ഇവരുടെ രീതി. ഈ ഒരു ചിന്താഗതിയാണ് ജപ്പാനിലെ ഇലക്ട്രോണിക്സ് മേഖലയെയും ഓട്ടോമൊബൈൽ രംഗത്തെയും ലോകത്തിന്റെ തന്നെ നെറുകയിലെത്തിച്ചത്. പ്രകൃതിക്ഷോഭങ്ങൾ നിരന്തരം വേട്ടയാടുന്ന ഒരു ഭൂമിശാസ്ത്രമാണ് ജപ്പാന്റേതെങ്കിലും ഭൂകമ്പങ്ങളെ പോലും അതിജീവിക്കുന്ന സ്മാർട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവർ ശാസ്ത്രത്തെ തങ്ങളുടെ സംരക്ഷകനാക്കി മാറ്റി. എന്നാൽ ഈ സാങ്കേതിക വിദ്യയേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അവരുടെ സംസ്കാരമാണ്. ഒരിടത്തും എഴുതി വെക്കാത്ത എന്നാൽ ഓരോ ജപ്പാൻകാരന്റെയും മനസ്സിലുള്ള ഒന്നാണ് മറ്റുള്ളവരോടുള്ള ആദരവ്. ജപ്പാനിലെ സ്കൂളുകളിൽ ശുചീകരണത്തിനായി പ്രത്യേകം ജീവനക്കാരില്ല എന്നത് നിങ്ങളിൽ എത്ര പേർക്കറിയാം? കുട്ടികൾ തന്നെ തങ്ങളുടെ ക്ലാസ് മുറികളും പരിസരവും വൃത്തിയാക്കുന്നു. കുട്ടിക്കാലം മുതലേ ഉത്തരവാദിത്വവും വിനയവും അവരിൽ വളർത്താൻ ഇത് സഹായിക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ശേഷം ഗ്യാലറിയിലെ മാലിന്യങ്ങൾ സ്വയം വൃത്തിയാക്കി മടങ്ങുന്ന ജാപ്പനീസ് ആരാധകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. നമ്മുടെ പരിസരം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു രസകരമായ കാര്യം ജപ്പാൻകാരുടെ സമയനിഷ്ഠയാണ്. ജപ്പാനിലെ ട്രെയിനുകൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പോലും വൈകുന്നത് വലിയ വാർത്തയാണ്. സമയം ലാഭിക്കുന്നത് ഒരു കലയായിട്ടാണ് അവർ കാണുന്നത്. അതോടൊപ്പം തന്നെ ജപ്പാൻകാരുടെ ആയുസ്സിന്റെ രഹസ്യവും വളരെ ശ്രദ്ധേയമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശതായുഷികളുള്ള രാജ്യങ്ങളിൽ ഒന്നാണത്. ഇക്കിഗായ് എന്ന ജാപ്പനീസ് സങ്കല്പം ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു. രാവിലെ ഉണർന്നെണീക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന ആ ഒരു ലക്ഷ്യത്തെയാണ് അവർ ഇക്കിഗായ് എന്ന് വിളിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണ രീതിയും സമാധാനപരമായ സാമൂഹിക ജീവിതവും അവരെ ദീർഘായുസുള്ളവരാക്കി മാറ്റുന്നു. ജപ്പാൻ നമുക്ക് കാണിച്ചു തരുന്നത് പഴമയെയും പുതുമയെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതാണ്. ഒരു വശത്ത് അത്യാധുനികമായ ആകാശമുട്ടികളായ കെട്ടിടങ്ങൾ ഉയരുമ്പോഴും മറുവശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുദ്ധക്ഷേത്രങ്ങളും ഷിൻഡോ ആരാധനാലയങ്ങളും അവർ സംരക്ഷിക്കുന്നു. കിമോണോ ധരിച്ച ജപ്പാൻകാർ ഐഫോണിലൂടെ ലോകത്തോട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ടെക്നോളജിയിൽ മുന്നേറാൻ സാധിക്കുമെന്ന്. പ്രകൃതിയോടുള്ള അവരുടെ സ്നേഹവും എടുത്തു പറയേണ്ടതാണ്. വസന്തകാലത്ത് വിരിയുന്ന ചെറിപ്പൂക്കൾ അഥവാ സാക്കുറയെ അവർ ആഘോഷമാക്കുന്നു. ജീവിതം നശ്വരമാണെന്നും വിരിയുന്ന ആ ചെറിയ സമയത്ത് പരമാവധി ഭംഗി പടർത്തണമെന്നുമുള്ള തത്വമാണ് ആ പൂക്കൾ അവർക്ക് നൽകുന്നത്. ചുരുക്കത്തിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ അഭിമാനിക്കുമ്പോഴും മനുഷ്യത്വവും വിനയവും കൈവിടരുത് എന്നതാണ് ജപ്പാൻ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഓരോ പ്രതിസന്ധികളിലും തളരാതെ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു മുന്നേറുന്ന ജപ്പാന്റെ ഈ യാത്ര നമുക്കേവർക്കും ഒരു പ്രചോദനമാണ്. ജപ്പാന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ജപ്പാന്റെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.